സന്ദീപ് വാര്യർ താമര നിലത്തിട്ട് കോൺഗ്രസിന് കൈകൊടുത്തത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കില്ലെന്നാണ് ബി.ജെ.പി. വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ കൂടുതൽ ആളുകൾ മറുപാളയത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമവും ബി.ജെ.പി. നടത്തുന്നുണ്ട്. RSS നിയോഗിച്ച പ്രതിനിധികൾ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും അതൃപ്തി അറിയിച്ചവരുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും നേതാക്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന നേതാക്കളെങ്ങാനും കൊഴിഞ്ഞുപോയാലോ എന്ന് കരുതി ഇതില്ലാതാക്കാൻ ബി.ജെ.പിയുടെ തന്ത്രം നന്നായി ഇവിടെ പ്രയോഗിക്കപ്പെടുന്നുമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ദേശീയ നേതാക്കൾ പ്രചാരണം നടത്തുന്ന പതിവില്ല എന്നാണ് ബി.ജെ.പി. പറയുന്നത്. വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ അസാന്നിധ്യത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോഴായിരുന്നു നേതാക്കളുടെ മറുപടി. കാർഡടക്കിയുള്ള പ്രചാരണമല്ല, മറിച്ച് കുടുംബയോഗങ്ങളും വീട് കയറിയുള്ള വോട്ടുറപ്പിക്കലുമാണ് പാർട്ടി ഇപ്പോൾ ഊന്നൽ നൽകിക്കൊണ്ട് ചെയ്യുന്നത്. അതേസമയം വലിയ വിജയപ്രതീക്ഷയിലാണ് UDF. രാഹുൽ മാങ്കൂട്ടത്തിന് 8000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പി സരിന്റെ കളം മാറ്റം സ്ഥാനാർത്ഥിത്വവും അണികളുടെ വാശി കൂട്ടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ സരിൻ ഇടത് സ്ഥാനാർത്ഥിയായത് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുമെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. സരിൻ പിടിക്കുന്നത് UDF-ന്റെ വോട്ടുകളായിരിക്കുമെന്നാണ് ബി.ജെ.പി. ഉയർത്തുന്ന വാദം. സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയതോടെ ഇത്തവണ എന്ത് വില കൊടുത്തും ജയിക്കണമെന്നൊരു തോന്നൽ ബി.ജെ.പി. പ്രവർത്തകരിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത്. ബി.ജെ.പി. വിടാതെ സന്ദീപ് വാര്യർ വിമതനായി നിൽക്കുകയായിരുന്നു നല്ലത് എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കളും മണ്ഡലത്തിലുണ്ടെന്നാണ് പൊതുവിവരം. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള നഗരത്തിലെ ചില ഭാഗങ്ങളിൽ സന്ദീപിന് പിന്തുണ അർപ്പിച്ച് പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സുകളും ഇപ്പോൾ കാണാനേ ഇല്ല. ഇത് ബി.ജെ.പിയിൽ വോട്ട് ഏകീകരണം വരുന്നു എന്നതിന്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. 4 സ്വതന്ത്രരുടെ സാന്നിധ്യമാണ് UDF-ന് ആശങ്ക. ഇവർ ബമ്പിച്ച പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ ബി.ജെ.പിയുടെ പണമാണെന്ന് UDF ക്യാമ്പ് വിശ്വസിക്കുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വോട്ടുകളിൽ പിളർപ്പുണ്ടാക്കാൻ ഈ 4 സ്വതന്ത്രർക്ക് കഴിയുമെന്നും ബി.ജെ.പി. വിലയിരുത്തുന്നുണ്ട്. അതേസമയം അസാധാരണമായ കെട്ടുറപ്പ് UDF ക്യാമ്പിൽ ഇപ്പോൾ ഉണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. VD സതീശനും ഷാഫി പറമ്പിലുമാണ് UDF-ന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത്. ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് 2021 ബി.ജെ.പിക്ക് ലഭിച്ച വോട്ട് ഇത്തവണ കൃഷ്ണകുമാറിന് കിട്ടിയേക്കില്ല എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. നഗരസഭയിൽ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം 2000-ൽ ഒതുക്കാൻ സാധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഉറപ്പാണെന്നും അവർ പറയുന്നു. മാത്തൂരും പിരായിയിലും UDF കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. കണ്ണാടിയിൽ ഇടതുപക്ഷത്തിന് മേൽക്കൊയ്മ കിട്ടിയാലും അവിടെ ബി.ജെ.പിയെ 3-ാം സ്ഥാനത്തേക്ക് തള്ളാൻ സാധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വൻതോതിൽ പുതിയ വോട്ട് ചേർക്കാൻ സാധിച്ചതും സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ രഹസ്യ ഓപ്പറേഷൻ നടത്തിയതുമെല്ലാം കോൺഗ്രസിൽ ഒരു അസാധാരണ ഐക്യമുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.